ഹലോ അമീഗോസ്, ഇന്ന് നമ്മൾ എൻ്റെ മോട്ടോർ സൈക്കിൾ ലൈഫിലെ ഒരു പുതിയ ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. യെസ്, മൈ ഫസ്റ്റ് ഓഫ് റോഡ് ട്രാക്ക് എക്സ്പീരിയൻസ് വിത്ത് ട്രയംഫ് 400. പ്യുവർലി ഒരു റോഡ് മോട്ടോർ സൈക്കിളിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു റൈഡറായിരുന്നു ഞാൻ. പക്ഷേ ദ വേൾഡ് ഓഫ് ട്രയംഫ് ഇവൻറ്റിൽ ട്രയംഫിൻ്റെ ടൈഗർ സീരീസ് ഓടിച്ചതിന് ശേഷം ഈ ഒരു ഓഫ് റോഡിങ് അഡ്വഞ്ചർ സെഗ്മെൻറ്റിലേക്ക് ഒരു അട്രാക്ഷൻ വന്നു. ഇപ്പോൾ ദാ ട്രയംഫിൻ്റെ 400 ട്രാക്കിൽ കൂടെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം അഡ്വഞ്ചർ മോട്ടോർ സൈക്ലിങ്ങിലുള്ള ആ ഒരു ഫണ്ണും വൈബൊക്കെ ഒന്നും കൂടെ കിട്ടി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിൾ അഡ്വഞ്ചർ സെഗ്മെൻറ്റ് കൂടെ ഒന്നുകൂടി ട്രെയിൻ ചെയ്ത് പഠിച്ചെടുക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ കൂടെ ഇപ്പോൾ വരുന്നുണ്ട്. സോ അവർ അഡ്വഞ്ചർ ജേർണി സ്റ്റാർട്ട്സ് ഹിയർ. ഇറ്റ്സ് മീ ഫ്രാങ്കോ. വെൽക്കം ബാക്ക്. ട്രയംഫ് സ്ക്രാംബ്ലർ 400 ഓഫ് റോഡ് ട്രാക്ക് എക്സ്പീരിയൻസ്. ഈ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ മലബാർ ഏരിയയിലെ ട്രയംഫും അതുപോലെ തന്നെ ഓഫ് റോഡ് ആൻഡ് സ്റ്റണ്ട് ട്രെയിനിങ് അക്കാദമി ആയിട്ടുള്ള ബ്രാഡ് സ്റ്റോപ്പും കൂടി ചേർന്നിട്ടാണ്. ശരിക്കും നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇതുപോലെ ഒരു ഓഫ് റോഡ് സ്റ്റണ്ട് ട്രെയിനിങ് അക്കാദമി ഉണ്ട് എന്നുള്ള കാര്യം തന്നെ എനിക്കറിയില്ലായിരുന്നു. ഈ ഒരു ഇവൻറ്റോട് കൂടിയാണ് ഇതുപോലുള്ളൊരു ചെറിയ ട്രെയിനിങ് അക്കാദമി നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അതിനെന്തായാലും ട്രയംഫിന് ഒരു വലിയ നന്ദി പറഞ്ഞാൽ മതിയാവും. കാരണം ഫ്രീ എൻട്രിയോട് കൂടിയിട്ടാണ് അവർ ഈ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബ്രാഡ് സ്റ്റോപ്പ് അക്കാദമിയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറത്ത് നിന്ന് വേങ്ങര റൂട്ടിൽ പോയിട്ട് കുറച്ചൊന്നുള്ളിലേക്ക് കയറിയിട്ടാണ്. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ശരിക്കും ഇതുപോലെയുള്ള ഇവൻറ്റ്സ് എല്ലാ മാനുഫാക്ചറേഴ്സും കണ്ടക്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾസ് ഒക്കെ നമുക്ക് അതിൻ്റെ ആ ഒരു പ്യുവർ സെഗ്മെൻ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഓഫ് റോഡ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം. എന്നാലേ പല മോട്ടോർ സൈക്കിളിൻ്റെയും ട്രൂ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദാ നമ്മളങ്ങനെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ തോന്നുന്നുണ്ട്. അതിൻ്റെ സെറ്റപ്പുകളൊക്കെ ജസ്റ്റ് അവർ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇതുപോലുള്ള ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോൾ മാക്സിമം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ചില മോട്ടോർ സൈക്കിൾസ് ചില ടെറൈൻസിൽ നമ്മൾ ഓടിക്കുമ്പോഴാണ് ചില കാര്യങ്ങളോട് നമുക്ക് താല്പര്യം തോന്നുക. എനിക്ക് പ്രത്യേകിച്ചും ഈ ട്രയംഫിൻ്റെ ഇവൻറ്റ്സിന് പോയതിന് ശേഷമാണ് ഈ ഓഫ് റോഡ് സെഗ്മെൻറ്റിനോട് ഒരു അട്രാക്ഷനും ആ ഒരു അഡ്വഞ്ചർ വൈബൊക്കെ കിട്ടി തുടങ്ങിയത്. എസ്പെഷ്യലി ടൈഗർ സീരീസ് ഓടിച്ചതിന് ശേഷമാണ് എനിക്ക് ആ ഒരു കറക്റ്റ് വൈബ് കിട്ടിയത്. ഈ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ട്രയംഫ് ആണെങ്കിലും എല്ലാ മാനുഫാക്ചറേഴ്സിൻ്റെ വണ്ടികൾ യൂസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഈ ഒരു റൈഡിങ് വൈബുള്ള ആളുകൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ രീതിയിലായിരുന്നു അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയും ഫ്രീക്വൻ്റ് ആയിട്ട് ഇതുപോലെയുള്ള ഇവൻറ്റ് അവർ കണ്ടക്ട് ചെയ്യും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ട്രയംഫിനൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ കൂടിയും ഒക്കെ അവർ ഇതിൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെയും എല്ലാ ടൈപ്പ് വണ്ടികളും വന്നിട്ടുണ്ട്. കൂടുതലും ട്രയംഫിൻ്റെ ഓണേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ എക്സ്പൾസ്, നമ്മളെ പോലെ സ്കൂട്ടേഴ്സിൽ വന്ന ആളുകളുണ്ട്. ഇതിലൊരു കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് മോട്ടോർ സൈക്ലിങ് അതുപോലെ ഓഫ് റോഡ് അഡ്വഞ്ചർ വൈബുകളൊക്കെ ഉള്ള ആളുകളാണ് ഇവിടെ വന്നവരിൽ കൂടുതൽ പേരും. പക്ഷേ നമുക്ക് ഇന്ന് ഇപ്പോൾ ഇവിടെ ട്രയംഫിൻ്റെ 400 സീരീസിലെ സ്ക്രാംബ്ലർ 400 മാത്രം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ചാൻസേ ഉള്ളൂ. നമ്മുടെ വണ്ടി ട്രാക്കിലേക്ക് ഇറക്കാനുള്ളൊരു ചാൻസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെതാ നമ്മുടെ ട്രയംഫിൻ്റെ 400 ലൈനപ്പിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ട്രാക്കർ മോട്ടോർ സൈക്കിൾ ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഇതും ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ളൊരു സ്പെഷ്യൽ മോട്ടോർ സൈക്കിളായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ട്രാക്കർ സെഗ്മെൻറ്റിൽ ഇന്ത്യയിൽ അധികം മോട്ടോർ സൈക്കിൾസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര യുണീക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ ആ ഒരു സ്പെഷ്യൽ തീമും സ്റ്റൈലിങ്ങും ഒക്കെ കണ്ടാൽ തന്നെ ഭയങ്കര യുണീക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ക്രാംബ്ലറിനെ അപേക്ഷിച്ച് കുറച്ച് സീറ്റ് ഹൈറ്റൊക്കെ കുറവായിട്ടുള്ളൊരു മോഡലാണ്. ഭയങ്കര ഈസിയാണ് ഈ ഒരു വണ്ടി ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ളൊരു ഫീൽ ഇതിന്മേൽ കയറി ഇരിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ഞാനത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടില്ല, ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണമെന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു ട്രാക്കർ റേസ് തീമിലുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ആ ഒരു സൈഡിലുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ആ ഒരു സ്പെഷ്യൽ ലുക്ക് തന്നെ ഈ ഒരു വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ചെറിയൊരു രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ട്. ഒന്നുമില്ല, നമ്മുടെ പേരും കോൺടാക്ട് ഡീറ്റെയിൽസും കുറച്ച് കാര്യങ്ങളും മാത്രം കൊടുക്കുക. ഇനി നമുക്ക് ഇവിടുത്തെ ട്രാക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. അങ്ങനെ വലിയ ഒരുപാട് ഗ്രാൻഡ് സെറ്റപ്പിലുള്ള ഒരു ട്രാക്കൊന്നല്ല, ബേസിക് സെറ്റപ്പാണ്. അത്യാവശ്യം കുറച്ച് ടെക്നിക്കൽ ജമ്പിങ് സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മിനിമൽ ട്രാക്ക് സെറ്റപ്പുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ശരിക്കും ഇതൊന്ന് കുറച്ചും കൂടെ അടിപൊളിയായിട്ടൊക്കെ വരുന്നു കഴിഞ്ഞാൽ ഒരുപാട് സെഷൻസൊക്കെ ആഡ് ചെയ്ത് പ്രോപ്പർ ഒരു റേസിനുള്ള സെറ്റപ്പുള്ള ട്രാക്കാക്കി മാറ്റാനൊക്കെ പറ്റും. ആ ഒരു സ്പേസൊക്കെ ഉണ്ട്. എന്തായാലും ഒരു ഓഫ് റോഡ് വണ്ടിയൊക്കെ എടുത്തിട്ട് ഇവിടെ ഒരു ട്രെയിനിങ് സെഷനൊക്കെ അറ്റൻഡ് ചെയ്യണം എന്നൊരു മോട്ടീവ് ഇപ്പം എനിക്കുണ്ട്.
അപ്പോൾ ഇതാണ് ഇന്നിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ട്രാക്കിൻ്റെ സ്ക്രാംബ്ലർ മോഡൽസ്. നമ്മുടെ ബ്രാഡ് സ്റ്റോപ്പിൻ്റെ ട്രെയിനർ ട്രാക്കൊക്കെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. ജസ്റ്റ് എന്തെങ്കിലും പ്രീവിയസ് സെഷൻസിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ട്രാക്കിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ട്രാക്കൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ട്രയൽ റൺ അടിക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഒരു ട്രെയിനിങ് അക്കാദമി സ്റ്റാർട്ട് ചെയ്തതിന് പുള്ളിക്കാരനെ അപ്രിഷ്യേറ്റ് ചെയ്തേ മതിയാവും. കാരണം പൊതുവേ നമ്മുടെ ഫാമിലിയിൽ നിന്നൊന്നും ഇതുപോലുള്ള ഒരു കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരെ സപ്പോർട്ട് തരാറില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ളൊരു അക്കാദമിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അത് റൺ ചെയ്യണമെങ്കിൽ അത്രയും നമുക്ക് ആ ഒരു മെൻ്റൽ പവറും ഇതിനോടുള്ള ഒരു പാഷനൊക്കെ വേണം. അതുകൊണ്ട് പുള്ളിക്കാരന് ഒരു നല്ലൊരു അപ്രിസിയേഷൻ നമ്മൾ എന്തായാലും കൊടുക്കണം. ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് ഫീൽഡ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ട്രയംഫ് ഉപയോഗിക്കുന്നത്, ട്രയംഫ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഏത് മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്ന ആളാണ് ട്രയംഫും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. എന്താണ് അതിൻ്റെ ഒരു ഫീൽ ദ ഡിഫറൻസ് ആണ് അതിൻ്റെ തീം. കൂടാതെ അതിന് ഫോക്കസ് ചെയ്യുന്ന മോഡൽ സ്ക്രാംബ്ലർ എക്സ് ആണ്. സ്ക്രാംബ്ലർ എക്സ് 400 ആയിരുന്നു. ഏപ്രിൽ 1 മുതൽ സ്ക്രാംബ്ലർ എക്സ് 350 സീരീസിലേക്ക് മാറിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം. അതായത് 349 എക്സാക്ട്ലി പറയാം. അപ്പോൾ അത് ഇനി അങ്ങോട്ടുള്ള വണ്ടികൾ എന്താവും ട്രാക്കർ മോഡൽ അതേപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ സഹായിക്കാൻ എന്താ പറയുക ശ്യാം കളിക്കൽ ഇതൊക്കെ പറഞ്ഞാണ് എക്സ്പീരിയൻസിൽ ട്രെയിനിങ് കൂടെയാണ്. പുള്ളിൻ്റെ ഗൈഡൻസ് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. ബാക്കിയുള്ള ശ്യാം വന്നിട്ടുള്ള ഒരു ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ റേസ് അല്ല, ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. മാക്സിമം വണ്ടി പൊളിക്കണ്ട, നമുക്ക് സേഫായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഓടിക്കാം, പക്ഷെ അത് പൊളിക്കരുത്. അപ്പോൾ ആദ്യത്തെ 10 പേര് നമുക്ക് ഇരുന്നിട്ട് ബാക്കി 10 അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 10 പേര് ടോപ്പിക്കിട്ട് 10 പേര് വന്നാൽ നമുക്ക് ബ്രീഫ് ചെയ്യാം, ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ 10 പേര് കഴിഞ്ഞാൽ അടുത്ത പേര് 10 പേർക്ക് ഓടിക്കാം. ആദ്യം 3 ലാപ്പ് ഓടിക്കുന്നത്. ഫസ്റ്റ് ലാപ്പ് എപ്പോഴും ഓടിക്കുന്നത് ട്രാക്ക് മനസ്സിലാവാനാണ്. സെക്കൻഡ് ലാപ്പ് നിങ്ങൾക്ക് ചെറുതായിട്ട് പുഷ് ചെയ്യാം. തേർഡ് ലാപ്പ് ഓക്കെ ആണെങ്കിൽ മാത്രം വണ്ടി നല്ലപോലെ യൂസ് ചെയ്യാം. അപ്പോൾ ആ 10 പേരെ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സെഷന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രാക്കിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ചെറിയ രീതിയിലൊരു ബ്രീഫിങ് പുള്ളിക്കാരൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനത്തെ ജസ്റ്റ് ബ്രീഫിങ്ങേ ഉള്ളൂ. അതായത് പ്രോപ്പർ ട്രെയിനിങ് സെറ്റപ്പുകളൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഈ ട്രാക്കിൽ ഓടിക്കാനുള്ള ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ഇവൻറ്റിൽ വന്നവരിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈഡേഴ്സ് ഉണ്ട്. അതായത് ഓഫ് റോഡിൽ നന്നായി ഓടിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള റൈഡേഴ്സും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രാംബ്ലർ 400 ഫസ്റ്റ് ടൈം ഓടിക്കുന്ന റൈഡേഴ്സ് വന്നിട്ടുണ്ട്. എന്നെപ്പോലെ ഓഫ് റോഡിൽ തീരെ എക്സ്പീരിയൻസ് ഇല്ലാതെ റോഡിൽ മാത്രം നന്നായിട്ട് ഓടിക്കുന്ന ആളുകളും ഈ ഒരു ഇവൻറ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും പല സ്റ്റൈലിലാണ് ഈ ഒരു ട്രാക്കിൽ വണ്ടി ഓടിക്കുന്നത്. ചിലർ 1-2 ലാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പേസിൽ ഓടിക്കുന്നുണ്ട്. ചിലർ ആ ഒരു നോർമൽ രീതിയിൽ തന്നെയാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത്. പ്രോപ്പർ ട്രെയിനിങ് ഇല്ലെങ്കിൽ ഫാസ്റ്റായിട്ടൊന്നും പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ബോണസൊക്കെ വരുമ്പം സ്ലൈഡ് ചെയ്ത് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ജമ്പ് എടുക്കുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വണ്ടിയിൽ നിന്ന് വീഴാനുള്ള സാധ്യതകളുണ്ട്. പ്രോപ്പറായിട്ട് ട്രെയിൻഡ് ആയിട്ട് ആ ഒരു ബോഡി പൊസിഷനും ത്രോട്ടിൽ കൺട്രോളൊക്കെ പ്രോപ്പറായി സെറ്റായവർക്ക് മാത്രമേ ട്രാക്കിൽ ബെറ്ററായിട്ട് ഓടിക്കാൻ കഴിയുള്ളൂ. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ ട്രാക്കിൽ ഓടിക്കുന്നത്, അവർ ജമ്പ് എടുക്കുന്നത്, റയർ വീല് ലോക്ക് ചെയ്തിട്ട് സ്ലൈഡ് ചെയ്യുന്നത്, അതൊക്കെ ഒരു വേറെ തന്നെ ഫീലാണ്. നമ്മളിങ്ങനെ ക്ലോസ് ആയിട്ടൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു അഡ്രിനാലിനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ട് ആ രീതിയിലൊന്നും പുഷ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതെന്തായാലും ഷുവറാണ്. എന്തായാലും ഇതുപോലെയുള്ള ജമ്പിങ് സെഷനൊന്നും ഞാൻ ഇതുവരെ ലൈഫിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. എന്തായാലും നമ്മൾ കയറുമ്പോൾ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്നുണ്ട്. എന്തായാലും നമുക്ക് കാണാം.
അങ്ങനെ ഇതാ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രാംബ്ലർ ഞാൻ ആൾറെഡി ഓടിച്ച ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. റോഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്നെ ഇമ്പ്രസ് ചെയ്തൊരു വണ്ടിയാണ്. അതായത് ഫസ്റ്റ് ടൈം വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു 1-2-3 ഗിയർ ഷിഫ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു പവർ ഡെലിവറിയും ടോർക്കും ആ ഒരു സ്ക്രാംബ്ലർ എന്നുള്ള രീതിയിലുള്ള ഇതിൻ്റെ സസ്പെൻഷനും ഈ ഒരു വണ്ടിയുടെ ഹൈറ്റും കാര്യങ്ങളും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇമ്പ്രസ് ചെയ്തൊരു മോട്ടോർ സൈക്കിളാണ്. അതായത് നമ്മൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഈ വണ്ടി ഫസ്റ്റ് ടൈം ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. പക്ഷേ ഒരു ഓഫ് റോഡിൽ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ട്രാക്കിൽ ആദ്യമായിട്ടാണ് ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. കാരണം എനിക്ക് ആൾറെഡി അറിയാം ഞാൻ ഓഫ് റോഡിൽ വെറും ന്യൂബാണ്. ബേസിക് സ്കില്ല് പോലും എനിക്കില്ല എന്നുള്ള കാര്യം വളരെ നന്നായിട്ട് അറിയാം. റോഡിലെ കോർണറിങ്ങും ഓഫ് റോഡിങ്ങിലെ കോർണറിങ്ങും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം റോഡിൽ നമ്മൾ ടെക്നിക്സ് ഒന്നും ഓഫ് റോഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഓഫ് റോഡിൽ റയർ ബ്രേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ നേരെ തിരിച്ചാണ്. എൻ്റെ ട്രെയിനിങ്ങും ഞാൻ പ്രാക്ടീസ് ചെയ്തതും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ബ്രേക്കാണ്, അതായത് റോഡിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് ലാപ്പ് സ്ലോ, അതായത് ട്രാക്ക് മനസ്സിലാക്കാം. സെക്കൻഡ് ലാപ്പ് തേർഡ് ലാപ്പ് പുഷ് ചെയ്യാം. ഫസ്റ്റ് ലാപ്പിൽ ഒരിക്കലും പുഷ് ചെയ്യരുത്. ട്രെയിനിങ് എങ്ങനെയെന്ന് മനസ്സിലാവില്ല. ലൂസ് ലെവലാണ്. സഡൻലി ബ്രേക്ക് പിടിച്ചാൽ ABS ഉണ്ടാവും. ABS ഓഫ് ചെയ്താൽ ചെറിയൊരു ABS പിടിച്ചുണ്ടാവും. കാരണം റോഡ് ബൈക്കാണ്, ചെറിയൊരു കടി ഉണ്ടാവും. ദാറ്റ് മീൻസ് ആ കറക്കർ കുറച്ചുണ്ടാവും. അപ്പം മെല്ലെ ഓടിക്കാം, നോക്കുക. ലാസ്റ്റ് ലാപ്പിൽ മാത്രം പുഷ് ചെയ്യണമെങ്കിൽ പുഷ് ചെയ്യാം. സേഫായിട്ട് പുഷ് ചെയ്യുക, ബോഡിക്കൊന്നും പറ്റാണ്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ഇതേപോലെ ഒരു ചെറിയ ബ്രീഫിംഗ് മാത്രമേ ഈ ഒരു സെഷനിൽ നമുക്ക് കിട്ടുള്ളൂ. എന്തായാലും നമ്മൾ ഈ ട്രാക്കിൽ ഓടിക്കുമ്പോൾ എങ്ങനെ ഉണ്ട് നോക്കാം. ഫസ്റ്റ് ലാപ്പൊക്കെ എന്തായാലും പക്കാ സ്ലോയിൽ തന്നെ ഓടിക്കണം. ആ ഒരു ഇതിൻ്റെ ആ ഒരു ഓഫ് റോഡിങ്ങിൻ്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ 350 ആയതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടി ഓടിക്കുന്നത്. ഇപ്പം ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും 350 ആണ്. പിന്നെ ഈ ഒരു വണ്ടിയിൽ ഓഫ് റോഡിങ്ങിനായിട്ട് സ്വിച്ചബിൾ ABS ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളും ഡിഫറെൻറ്റ് മോഡ്സിൽ വരുന്നുണ്ട്. ഓഫ് റോഡ് മോഡിൻ്റെ ട്രാക്ഷൻ കൺട്രോളും ഉണ്ട്. അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രാക്ക് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. കോർണേഴ്സ് ഈസി അല്ല കേട്ടോ. റോഡിലെ പോലെ അല്ല, റോഡിലെ പോലെ കിട്ടുന്നില്ല. എനിക്കാണെങ്കിൽ റയർ ബ്രേക്ക് തീരെ യൂസ് ചെയ്യാൻ ആ ഒരു ഇത് വരില്ല. എപ്പോഴും ടെൻഡൻസി ഫുള്ള് ഫ്രണ്ട് ബ്രേക്കിലേക്കാണ് പോകുന്നത്. എന്തായാലും ഫുൾ ഫോക്കസ് ചെയ്ത് തന്നെ ഓടിക്കണം. ഈ ജമ്പിങ് സെഷൻ സീനാട്ടോ. ഇത് ഈ ജമ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ചെയ്യാനുള്ള സ്പേസ് കുറവാണ്. ഈ ഒരു ജമ്പിങ് സെഷൻ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ജമ്പ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി വരുന്ന ലാപ്പുകളിൽ ഇവിടെ കുറച്ചൊരു സ്പേസ് ഉണ്ട്. എന്തായാലും ഈസി അല്ല കേട്ടോ. ടേൺസ് എടുക്കാനൊന്നും അത്ര ഈസി അല്ല. ഇതിന് പ്രോപ്പർ ട്രെയിനിങ് തന്നെ വേണം. എണീറ്റ് ഒന്ന് ഓടിക്കാനൊക്കെ വണ്ടി സെറ്റാണ്. പക്ഷേ കോണേഴ്സ് വരുമ്പോൾ ആ ഒരു റയർ ബ്രേക്ക് ലോക്ക് ചെയ്തിട്ട് സ്ലൈഡ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് അത് പഠിച്ചിരിക്കണം. കാരണം ഓഫ് റോഡിൽ അതാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എണീറ്റിന് ഓടിക്കാൻ സെറ്റാട്ടോ വണ്ടി. ട്രാക്ക് സ്ക്രാംബ്ലർ എൻ്റെ ഹൈറ്റിന് നല്ല പെർഫെക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഹാൻഡിൽ ബാർ കുറച്ചൊരു പൊടിക്ക് റേസ്ഡ് ആണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരുന്നു. എന്നാലും ഇത് ഓക്കെയാണ്. ഈ ജമ്പ് സീനാട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു ജമ്പിൻ്റെ ഒരു ഇത് എടുത്ത് നോക്കി. പക്ഷേ ജമ്പിൻ്റെ ആ ഒരു ബോഡി പൊസിഷനിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആവണം. ഇല്ലെങ്കിൽ വണ്ടി കയ്യിൽ നിന്ന് പോകും ഗൈസ്. കൈ ക്ലോസ് ആക്കല്ല, വൈഡാക്കി പിടിക്കുക, ഫ്രീ ആക്കി പിടിക്കുക. ഐ മീൻ നീ വളയരുത്, കൈ മാത്രം വളയ്ക്കരുത്. ചിക്കൻ മിക്സ് പോലെ ആക്കും. കൈ സ്റ്റിഫാക്കി പിടിക്കില്ല.
ആൾ അടിപൊളിയാട്ടോ. നമ്മുടെ ട്രെയിനർ പുള്ളിക്കാരൻ അടിപൊളിയാട്ടോ. ഞാൻ പൊതുവെ റോഡിൽ ഓടിക്കുന്ന ആ ഒരു സ്റ്റൈലായതുകൊണ്ട് തന്നെ പൊതുവെ എൻ്റെ കൈ കുറച്ച് ബോഡിയായിട്ട് കുറച്ച് ക്ലോസ്ഡ് ആയിട്ടാണ് പൊസിഷൻ ചെയ്യാറ്. ഓഫ് റോഡിൽ ആ ഒരു ടെക്നിക്ക് അത്ര ഈസി ആയിട്ട് വർക്കാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല വൈഡായിട്ട് പിടിക്കണം, എന്നാലേ നമ്മുടെ ബോഡി ഫ്രീ ആവുള്ളൂ. മറ്റത് സ്റ്റിഫായിട്ട് നിന്ന് കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മുടെ വെയിറ്റ് ബാലൻസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് പല ടേണുകളും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. എന്തായാലും അതുപോലെ ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് വൈഡായിട്ടാണ് കൈ വെച്ചിട്ടുള്ളത്, പക്ഷേ ഓട്ടോമാറ്റിക്കലി എൻ്റെ കൈ ബോഡിയോട് ക്ലോസറായിട്ട് വരും. കാരണം നമ്മൾ റോഡിൽ ഓടിച്ച് ശീലമായതുകൊണ്ട് ഓഫ് റോഡിൽ ആ ഒരു മൈൻഡും ആ ഒരു മസിൽ മെമ്മറിയൊക്കെ നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം. ഓഫ് റോഡിങ് അത്ര ഈസി ആയൊരു അഡ്വഞ്ചറല്ല, കുറച്ച് ടാസ്ക്കാണ്. നമുക്കെന്തായാലും ഇനി പയ്യെ കുറച്ച് ജസ്റ്റ് പുഷ് ചെയ്ത് ഓടിച്ച് നോക്കാം. അധികം ജമ്പ് എടുക്കാനൊന്നും പറ്റില്ല, എന്നാലും ജസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു സെഷൻ 5 ലാപ്പേ ഉള്ളൂ, പക്ഷേ എന്നാലും അതിൻ്റെ ആ ഒരു ആ ഒരു അഡ്വഞ്ചർ വൈബ് നമുക്ക് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ആ ഒരു ജമ്പിങ് സെഷനൊക്കെ ആ ഒരു എന്താ പറയുക വേറെ തന്നെ ഫീലാണ്. നിങ്ങളൊരു മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ ഇഷ്ടമുള്ള മോട്ടോർ സൈക്കിൾ എന്തൂസിയാസ്റ്റിക് ആയി ആണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ഇതുപോലുള്ള ഒരു ട്രാക്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഒരു അക്രമം ടീം ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഓഫ് റോഡൊക്കെ പോയി എക്സ്പീരിയൻസ് ഉള്ള ടീംസാണ്. അപ്പം ഞാൻ ഓടിച്ച പോലെ ഒന്നും ആവില്ല, ഇവർ ഓടിക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു അഡ്രിനാലിൻ ആ ഒരു റഷ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ഫീലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കുക. ആ ഒരു അഡ്രിനാലിൻ ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോവാണ്. ഈ ഒരു ഇവന്റ് ഈവനിങ് വരെ ഉണ്ട്. എന്തായാലും ഇതുപോലൊരു ഇവന്റ് കണ്ടക്ട് ചെയ്തതിന് ബ്രാബ് സ്റ്റോപ്പ് അക്കാദമിക്കും ട്രയംഫിനും ഒരു വലിയ താങ്ക്സ് പറഞ്ഞാൽ മതിയാവും. കാരണം അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ മൈൻഡിൽ നല്ലൊരു ഹാപ്പിനെസ്സും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ സങ്കടമുണ്ട്. മെയിനായിട്ടും കുറച്ചു കാലമായിട്ട് മോട്ടോർ സൈക്ലിങ്ങിൽ പുതുതായിട്ടൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാനായിട്ടൊരു സാച്ചുറേറ്റഡ് ആയ ഒരു മോഡലായിരുന്നു ഞാൻ. പക്ഷേ ഈ ഒരു ട്രാക്ക് എക്സ്പീരിയൻസോട് കൂടി എനിക്കൊരു പുതിയ ഫീൽഡ് അല്ലെങ്കിൽ ഒരു പുതിയ സെഗ്മെന്റ്, ഒരു പുതിയ സെക്ഷൻ മോട്ടോർ സൈക്ലിങ്ങിൽ അൺലോക്ക് ചെയ്ത പോലത്തെ ഒരു ഫീല് വരുന്നുണ്ട്. അതായത് ഈ ഒരു ഓഫ് റോഡിങ് കുറച്ച് ട്രെയിൻ ചെയ്ത് പഠിച്ച്, അതായത് പുതിയൊരു എക്സ്പീരിയൻസ് കൂടെ മോട്ടോർ സൈക്ലിങ്ങിൽ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതിനോടൊരു ഇൻട്രസ്റ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹാപ്പിനെസ് എൻ്റെ മൈൻഡിൽ ഇപ്പം ഉണ്ട്. ഇതിൻ്റെ കൂടെയുള്ള സങ്കടം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഓഫ് റോഡ് മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ ഒരു സ്ക്രാംബ്ലർ ടൈപ്പ് മോട്ടോർ സൈക്കിളോ ഇല്ല. ഇനി ഒരു ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ കൂടെ എന്തായാലും ഓൺ ചെയ്യണം. മിക്കവാറും ഈ ഒരു ട്രയംഫ് സ്ക്രാംബ്ലർ 400 തന്നെ ആയിരിക്കും. ഒരു കാര്യം ഞാൻ എന്തായാലും ഉറപ്പ് തരാം, നിങ്ങൾ റോഡിൽ മാത്രം മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ റോഡ് മാത്രമേ ഞാൻ ഓടിക്കുള്ളൂ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ മാത്രം മോട്ടോർ സൈക്ലിങ്ങിലേക്ക് വന്നിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഓഫ് റോഡ് ട്രാക്കോ അല്ലെങ്കിൽ ഓഫ് റോഡ് സെഷനോ ട്രൈ ചെയ്ത് നോക്കണം. കാരണം ചിലപ്പോൾ നിങ്ങളെ മൈൻഡ് മാറിയേക്കാം, എൻ്റെത് മാറിയതുപോലെ. കാരണം ഇതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. ഈ ഒരു അഡ്വഞ്ചർ, കുറച്ച് നല്ല സ്റ്റാമിനയും കുറച്ച് ബോഡി ഫിറ്റ്നസ് ഒക്കെ ഇതിന് അധികം വേണം. അതുപോലെ തന്നെ കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ എന്നാലും ഇതിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു അഡ്രിനാലിൻ, ഡോപ്പമിൻ, ആ ഒരു അഡ്വഞ്ചറിൽ കിട്ടുന്ന ആ ഒരു സംഭവം അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മോട്ടോർ സൈക്ലിങ്ങിൽ ഈ ഒരു സെഗ്മെൻറ്റും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.